കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ വിഷയമാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യ. തുടക്കം മുതൽ തന്നെ കുടുംബം ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമായിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല. പിന്നാലെ പുതിയ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ മന്ദിരത്തിലെത്തി നവീൻ ബാബുവിന്റെ ഭാര്യ മുഖ്യമന്ത്രി VD സതീശനെ കണ്ടത്. പിന്നാലെ സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. ഒപ്പം തന്നെ അതിസുപ്രധാനമായ മറ്റൊരു തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന നായർക്ക് ആശ്രിത നിയമനം നൽകാനുള്ള തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം എത്തുകയാണ്. കുടുംബം ഏതായാലും വലിയ പ്രതീക്ഷ ഈ തീരുമാനത്തിൽ കാണുന്നുണ്ട്. ശ്രീ VD സതീശൻ അവർകളോട് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ മുഴുവൻ നാനാതുറകളിൽപ്പെട്ട ആൾക്കാരും എല്ലാവരോടും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഉണ്ടായ സമയം മുതൽ തന്നെ PP ദിവ്യക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും എല്ലാം തന്നെ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് PP ദിവ്യയെ പാർട്ടി ഘടകങ്ങളിൽ നിന്നും ഒഴിവാക്കിയത്. അങ്ങനെ ഒരു നടപടി ഉണ്ടായെങ്കിൽ പോലും കണ്ണൂരിലെ പാർട്ടി PP ദിവ്യയ്ക്ക് സംരക്ഷണം നൽകുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഈ CBI അന്വേഷണം UDF സർക്കാർ പ്രഖ്യാപിച്ചതോടുകൂടി അന്ന് PP ദിവ്യയെ തള്ളിപ്പറഞ്ഞ ആളുകൾ പോലും, പ്രത്യേകിച്ചും CPM നേതാക്കൾ പോലും ഇപ്പോൾ സംരക്ഷണം ഒരുക്കുന്ന, പ്രതിരോധം തീർക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. CBI പലപ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാൻ വേണ്ടിയുള്ള ആയുധമായി CBI പ്രവർത്തിക്കുന്നു, ഭരണകൂടങ്ങളുടെ ഒരു ചട്ടുകമായി CBI പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം CPM-ഉം ഇടതുപക്ഷ പാർട്ടികളും പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു കേന്ദ്ര ഏജൻസി ഈ അന്വേഷണത്തിലേക്ക് വരുന്നതോടുകൂടി CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. എന്നാൽ PP ദിവ്യയെ മുൻകാലത്ത് ഉണ്ടായിരുന്ന പോലെയല്ല തള്ളിപ്പറയാതെ പ്രതിരോധിക്കാനാണ് CPM-ന്റെ ഇപ്പോഴത്തെ ശ്രമം. അത് ഏതു തരത്തിൽ തിരിച്ചടിയാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.